എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് നമ്മുടെ തേർഡ് പാർട്ടാണ്. പാർട്ടിക്കൽ ഡൈനാമിക്സിൻ്റെ പാർട്ട് 3 അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ക്ലാസ് 3 ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ത്വരണമാണ് നോക്കാനുള്ളത് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ത്വരണം എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രവേഗവും വേഗതയും എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി അടുത്തത് നമുക്ക് ത്വരണം. ഓക്കെ, പൊതുവായി പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പ്രവേഗം അതിന്റെ ചലന പുരോഗതിക്കനുസരിച്ച് മാറുന്നു. ഈ മാറ്റത്തെ എങ്ങനെ വിവരിക്കാം? അത് ദൂരത്തിനനുസരിച്ചോ സമയത്തിനനുസരിച്ചോ ഉള്ള പ്രവേഗ നിരക്കിലെ വ്യത്യാസമായാണോ പ്രതിപാദിക്കേണ്ടത്? ഗലീലിയോയുടെ കാലഘട്ടത്തിൽ പോലും ഇത് ഒരു പ്രശ്നമായിരുന്നു. ഈ മാറ്റത്തെ ദൂരത്തിനനുസരിച്ചുള്ള പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ആയി വിവരിക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യം അനുമാനം. പക്ഷേ സ്വതന്ത്രമായി വീഴുന്ന വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും ചരിവ് തരത്തിലുള്ള വസ്തുക്കളുടെ ചലനത്തെ കുറിച്ചുമുള്ള പഠനത്തിലൂടെ ഗലീലിയോ പ്രവേഗത്തിന്റെ സമയത്തിനനുസരിച്ചുള്ള മാറ്റത്തിന്റെ നിരക്ക് സ്വതന്ത്രമായി വീഴുന്ന എല്ലാ വസ്തുക്കൾക്കും സ്ഥിരമായിരിക്കും എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ പ്രവേഗമാറ്റം ദൂരത്തിനനുസരിച്ച് സ്ഥിരമല്ല. ഇത് വീഴ്ചയുടെ ദൂരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. സമയത്തിനനുസരിച്ചുള്ള പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം എന്ന ആശയത്തിലേക്ക് ഇത് നയിച്ചു. ഒരു സമയ ഇടവേളയിലെ ശരാശരി ത്വരണം എ എന്നത് പ്രവേഗമാറ്റത്തെ സമയ ഇടവേള കൊണ്ട് ഭാഗിക്കുന്നതാണെന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പൊ ഒന്നുമില്ല, എന്താണ്? സമയത്തിനനുസരിച്ചുള്ള പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ത്വരണം എന്ന് വിളിച്ചത്. ത്വരണം എന്താണ്? ആക്സലറേഷൻ. അപ്പൊ ത്വരണം എന്ന് പറയുന്നത് എന്താണ്? പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്, അതായത് പ്രവേഗമാറ്റം ബൈ സമയം, അതാണെന്ത്? ത്വരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ത്വരണം ആക്സലറേഷൻ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ് നമ്മൾ ത്വരണത്തെ പറയുന്നത്. അപ്പൊ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് പ്രവേഗമാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമയദൈർഘ്യം. ഇനി ഒരു സമയ ഇടവേളയിലെ ശരാശരി ത്വരണം, അതായത് നമ്മുടെ ആവറേജ് ആക്സലറേഷൻ എ എന്നാണ് നമ്മൾ പ്രവേഗമാറ്റത്തെ സമയ ഇടവേള കൊണ്ട് ഭാഗിക്കുന്നതാണെന്നാണ് നമ്മൾ നിർവചിക്കുന്നത്. അതായത് എ ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ വെലോസിറ്റി പഠിച്ചിരുന്നു അല്ലെ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയല്ലേ ഉള്ളൂ ഇത്. വെലോസിറ്റി, അതായത് t1 ടൈമിലെ വെലോസിറ്റി v1 ഉം t2 ടൈമിലെ വെലോസിറ്റി t2 ആയാൽ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അവരുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് നമുക്ക് കിട്ടും? അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 ആണ്. ഓക്കെ, ഇനി ഇത് ഒരു യൂണിറ്റ് സമയത്തെ ശരാശരി പ്രവേഗ മാറ്റമാണ്. ഈ ത്വരണത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ ms റേസ് ടു -2. ഓക്കെ, ms റേസ് ടു -2 ആണ്. ഇവിടെ ഈ ഒരു പ്രിന്റിൽ ഇത് അത്ര ക്ലിയർ അല്ല. ഈ -2 എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല. പക്ഷെ ms റേസ് ടു -2 ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ നോക്കിക്കേ. അക്ഷങ്ങളിൽ പ്രവേഗവും സമയവും വരുന്ന ഒരു ഗ്രാഫ് വരച്ചാൽ ശരാശരി ത്വരണം എന്നത് v2 t2 v1 t1 എന്നീ ബന്ധപ്പെട്ട ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന നേർരേഖയുടെ ചരിവാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. അതായത് സ്ഥാനവും സമയവും അല്ലെങ്കിൽ സ്ഥാന സമയ ഗ്രാഫിന്റെ ചരിവാണ് നമ്മൾ പ്രവേഗം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രവേഗവും സമയവും കൂടെ ഗ്രാഫ് വരച്ചാൽ എന്താണ്? അതിന്റെ ആ ഒരു ബിന്ദുക്കളിൽ യോജിപ്പിക്കുന്ന നേർരേഖയുടെ ചരിവാണ് എന്തെന്ന് വിളിക്കുന്നത്? ത്വരണം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അതായത് ഒന്നുകൂടെ പറയാം. പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നതാണ്, ഇത് +2 നമ്മൾ പഠിക്കുന്നത്. അത്രേ പറഞ്ഞുള്ളൂ അല്ലെ. സ്ഥാന സമയ ഗ്രാഫിന്റെ ചരിവ് പ്രവേഗവും പ്രവേഗ സമയ ഗ്രാഫിന്റെ ചരിവ് ത്വരണവുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്കാം. ചിത്രം 3.7 കാണിച്ചിരിക്കുന്ന പ്രവേഗ സമയ ഗ്രാഫിന്റെ ശരാശരി ത്വരണം എന്നത് 0 മുതൽ 10 സെക്കൻഡ്, 10 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ്, 18 തൊട്ട് 20 സെക്കൻഡ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സമയപരിധികളിൽ സൂചിപ്പിച്ചാൽ എന്താണ്? ഓരോ സമയപരിധിയുടെയും ത്വരണമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം 0 മുതൽ 10 സെക്കൻഡ്. അപ്പൊ ഇത് ഏത് ഗ്രാഫാ പറയുന്നത്? 3.7. നമ്മൾ നേരത്തെ വരച്ച വെലോസിറ്റി ടൈം ഗ്രാഫ് 3.7 വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നോക്കിയേ, നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. 0 മുതൽ ഈ ഒരു 8 വരെയൊക്കെ അല്ലെ, 10 വരെ എന്താണ്?
ഈ സ്പീഡ് കൂടി വരികയാണ് അല്ലെ, സ്പീഡ് കൂടുകയാണ്, അല്ലെങ്കിൽ സോറി വെലോസിറ്റി കൂടുകയാണ്, പ്രവേഗം കൂടുകയാണ്. അത് കഴിഞ്ഞ് ഈ 10 മുതൽ 18 വരെയുള്ള സമയത്ത് എന്താണ്, ഈ വേഗത എന്താണ്, പ്രവേഗം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്, പ്രവേഗത്തിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു 18 തൊട്ട് 20 സെക്കൻഡിലോട്ട് എന്താണ്, അതങ്ങ് കുറഞ്ഞു 20 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും എന്താണ്, പൂജ്യത്തിലോട്ട് പ്രവേഗം മാറുന്നു അല്ലെ. ഇതാണ് ഈ ഒരു ഗ്രാഫ്. ഇനി ഈ ഗ്രാഫിനെ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്താ പറയുന്നത്, ഈ ഗ്രാഫിന്റെ ഈ ഒരു ടൈം ഇന്റർവെൽ വന്നിട്ടുണ്ട്, അതായത് സമയദൈർഘ്യം 0 മുതൽ 10 സെക്കൻഡ്, 10 മുതൽ 18, 18 മുതൽ 20 എന്നിവയുടെ വ്യത്യസ്ത സമയപരിധികളിലുള്ള ത്വരണമാണ് ഈ താഴെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം 0 മുതൽ 10 സെക്കൻഡ്. 0 മുതൽ 10 സെക്കൻഡിൽ എന്താണ് സംഭവിച്ചത്, നമുക്കറിയാം A is equal to V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ്. അപ്പൊ T2 എന്ന് പറയുന്നത് 10 സെക്കൻഡ്, T1 എന്ന് പറയുന്നത് 0 സെക്കൻഡ്. അപ്പൊ 0 സെക്കൻഡും 10 സെക്കൻഡും തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 10. അത് നമുക്കത് കിട്ടി. ഇനി V1 ഉം V2 ഉം കണ്ടുപിടിക്കണം അല്ലെ. V1 എന്ന് പറയുന്നത് ടൈം 0 ഇരുന്നപ്പോഴുള്ള വെലോസിറ്റി ആണ് V1. അതായത് എന്താണ്, 0-ൽ ഇരുന്നപ്പോൾ വെലോസിറ്റി 0, ഈ 10 സെക്കൻഡിൽ വന്നപ്പോൾ ഏകദേശം ഇതൊരു 24 വാല്യൂ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഗ്രാഫിൽ നോക്കുമ്പോൾ ഒരു 24 വെലോസിറ്റി എന്ന് കണ്ടു. അപ്പൊ 0-ൽ ഇരുന്നപ്പോൾ 0 ആണ് വെലോസിറ്റി, ടൈം 10 സെക്കൻഡിൽ എത്തിയപ്പോൾ വെലോസിറ്റി 24 ആണ്. അപ്പൊ 24 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10 മൈനസ് 0, നമുക്ക് ആക്സലറേഷൻ കിട്ടി 2.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് s⁻². ഉണ്ട് കേട്ടോ. അടുത്തത് ഇതേപോലെ തന്നെ 10 സെക്കൻഡ് തൊട്ട് 18 സെക്കൻഡ് വരെയുള്ളത് കണ്ടുപിടിച്ചു. അപ്പൊ 10 തൊട്ട് 18 സെക്കൻഡ് വരെ എന്താണ്, ഒരു നേർരേഖയാണ് അല്ലെ, സമയ അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖ. അപ്പൊ എത്രയാണ്, 24. ഇവിടെ 24 ആണ്, 10 സെക്കൻഡിൽ 24 ആണ്, 18 സെക്കൻഡിലും 24 ആണ് പ്രവേഗത്തിന്റെ വാല്യൂ. അപ്പൊ എന്താ, V2 V1 ഉം 24 ആണ്. അപ്പൊ 24 മൈനസ് 24 ഡിവൈഡഡ് ബൈ 18 മൈനസ് 10 എത്ര കിട്ടി, 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ അവിടുത്തെ ത്വരണം എന്ന് പറയുന്നത് എന്തായി, 0 ആയി. അപ്പൊ ഞാനൊരു പോയിന്റ് പറയാം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0 വെൻ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ 18 സെക്കൻഡ് തൊട്ട് 20 സെക്കൻഡിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അത് -12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിട്ടിയത് അല്ലെ. അപ്പൊ അതെന്താണ്, താഴോട്ടാണ് ആ ഒരു സ്പീഡ് കുറയുന്നത് നമുക്ക് ആ ഗ്രാഫിൽ കണ്ടു അല്ലെ. അപ്പൊ -12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടിയത്. ഇനി ആ പ്രവേഗ സമയ ഗ്രാഫിന്റെ ത്വരണ സമയ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്, അതായത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. നിങ്ങൾക്ക് കാണാം, എക്സ് ആക്സിസിൽ എന്താണ്, ടൈം മാർക്ക് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ നമ്മൾ ആക്സിലറേഷൻ A ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കണ്ടല്ലോ. അപ്പൊ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കാണാൻ വേണ്ടിയിട്ട് 2 കോർഡിനേറ്റ് ആക്സിസുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. വൈ കോർഡിനേറ്റിന്റെ 0 മുതൽ മുകളിലോട്ടുള്ളതും താഴോട്ടുള്ള നെഗറ്റീവ് വാല്യൂസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്രാഫ് നോക്കാം. 0 മുതൽ 10 വരെ എന്താണ്, 0-ൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി ഇത് 2.4-ലോട്ടാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 4.8 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ 2.4-ലാണ് വരേണ്ടത് കേട്ടോ. ഇതിങ്ങനെ വന്നിട്ട് 2.4 വരെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്താ പറയുന്നത്, പോന്നു. ബാക്കി 10-ൽ നിന്ന് 18 വരെ ഇതെത്രയാണ്, 0-ലാണ് ആക്സലറേഷൻ ഇരിക്കുന്നത്. 18 തൊട്ട് 2 വരെ -12-ലാണ് ആക്സലറേഷൻ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി നോക്കിക്കേ, തൽക്ഷണ ത്വരണത്തെ തൽക്ഷണ പ്രവേഗത്തിന്റെ അതേ രീതിയിൽ നിർവചിക്കാം. അതായത് A is equal to limit delta t tends to 0 delta v by delta t that is equal to dv by dt. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ v is equal to dx by dt എന്ന് എഴുതിയതുപോലെ തന്നെ A is equal to dv by dt എന്ന് നമുക്ക് എഴുതാം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ക്ഷണസമയത്തിലുള്ള ത്വരണം എന്നത് ആ ക്ഷണത്തിലുള്ള vt ഗ്രാഫിന്റെ തൊടുവരയുടെ ചരിവാണ്. അത് നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ചരിവാണെന്ന് പറയുന്നത് അതിന്റെ ത്വരണം എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രം 3.7 കാണിച്ചിരിക്കുന്ന vt ഗ്രാഫിന് ഓരോ ക്ഷണത്തിലെയും ത്വരണം ലഭിക്കും. തൽഫലമായി ലഭിക്കുന്ന at ഗ്രാഫാണ് ചിത്രം 3.8-ൽ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. അതായത് ഈ 3.8 എന്ന് പറയുന്നത് 3.7-ന്റെ ത്വരണം സമയ ഗ്രാഫാണ്. ഇവിടെ നമുക്ക് ത്വരണം 0 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള സമയപരിധിക്കുള്ളിൽ അസമമാണെന്ന് കാണാം. അത് 10 സെക്കൻഡിനും 18 സെക്കൻഡിനും ഇടയിൽ 0-ഉം 18 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ -12 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന വിലയിൽ സ്ഥിരവുമായിരിക്കും. ത്വരണം ആയിരിക്കുമ്പോൾ തീർച്ചയായും അത് ആ പരിധിക്കുള്ളിലെ ശരാശരി ത്വരണത്തിന് തുല്യമായിരിക്കും. ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ.
ഇനി അടുത്ത് നോക്കിക്കേ, പ്രവേഗം പരിമാണവും ദിശയുമുള്ള ഒരു അളവായതിനാൽ പ്രവേഗമാറ്റത്തിന്റെ ഈ ഘടകങ്ങൾ ഒന്ന് മാത്രമോ രണ്ടും കൂടിയോ ഉൾപ്പെട്ടേക്കാം. അതുകൊണ്ട് വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ടോ ദിശയിലുള്ള മാറ്റം അല്ലെങ്കിൽ രണ്ടിലുമുള്ള മാറ്റം കൊണ്ടോ ത്വരണം ഉണ്ടാവാം. അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ത്വരണം ഉണ്ടാകുന്നത്? എന്താണ്? വേഗത്തിലുള്ള മാറ്റം, അതായത് സ്പീഡ് ചേഞ്ച് ആവുകയോ അല്ലെങ്കിൽ ദിശയിൽ ഡയറക്ഷൻ ചേഞ്ച് ആവുക. അപ്പൊ പരിമാണത്തിലും വ്യത്യാസം വന്നാലും ദിശയിൽ വ്യത്യാസം വന്നാലും എന്തുണ്ടാവും? ത്വരണം ഉണ്ടാവും. ഓക്കെ. ത്വരണത്തിന്റെ വില പ്രവേഗത്തിലെ പോലെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ പൂജ്യമോ ആവാം. കാരണം എന്താണ്? ഇതൊരു സദിശ അളവാണ്. അല്ലെ? എന്താണ്? ത്വരണം എന്ന് പറയുന്നതും ഒരു സദിശ അളവാണ്. അതുകൊണ്ട് ത്വരണത്തിന്റെ വില എന്താണ്? പോസിറ്റീവോ നെഗറ്റീവോ പൂജ്യമോ ആവാം. പോസിറ്റീവ്, നെഗറ്റീവ്, പൂജ്യം എന്നിങ്ങനെയുള്ള ത്വരണമുള്ള ചലനങ്ങളുടെ സ്ഥാനസമയ ഗ്രാഫുകൾ യഥാക്രമം ചിത്രം 3.9 എ, ബി, സി എന്നിവയിൽ കാണിച്ചിരിക്കുന്നു. പോസിറ്റീവ് ത്വരണത്തിന് എന്താണ്? മുകളിലേക്കും നെഗറ്റീവ് ത്വരണത്തിന് താഴേക്ക് വളഞ്ഞും പൂജ്യം ത്വരണത്തിന് ഒരു നേർരേഖയായും ഇത് കാണപ്പെടുന്നു. കണ്ടോ? എ എന്ന് പറയുന്ന ഗ്രാഫ് എന്താ? പോസിറ്റീവ് ആക്സലറേഷൻ ഗ്രാഫ് ആണ്. ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ. താഴോട്ട് വളഞ്ഞിരിക്കുകയാണ് നെഗറ്റീവ് ആക്സലറേഷൻ, ഇത് പോസിറ്റീവ് ആക്സലറേഷൻ. ഇനി ഇതൊരു നേർരേഖയാണെങ്കിൽ എന്താണ്? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു പൂജ്യമാണ് നേർരേഖയാണെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ഇതാണ് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ത്വരണത്തിന് സമയത്തിനനുസരിച്ച് മാറാൻ കഴിയുമെങ്കിലും ഈ അധ്യായത്തിൽ നമ്മുടെ പഠനം സ്ഥിരമായി ത്വരണത്തിലുള്ള ചലനത്തിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ ശരാശരി ത്വരണം ആ കാലയളവിൽ ഉടനീളമുള്ള ത്വരണത്തിന്റെ സ്ഥിരമായ വിലയ്ക്കുള്ള തുല്യമാണ്. ഒരു വസ്തുവിന്റെ പ്രവേഗം t = പൂജ്യത്തിൽ v0യും സമയം t ആകുമ്പോൾ v യും ആണെങ്കിൽ ലഭിക്കുന്നത് a is equal to, അതായത് ശരാശരി ത്വരണം is equal to v minus v0 divided by t minus 0. ഒന്നുമില്ല, അതായത് v2 minus v1 by t2 minus t1 എന്ന് നമ്മൾ എഴുതിയില്ലേ? അത് തന്നെ. ആദ്യം t is equal to 0 എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പ്രവേഗം v0 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് നമ്മൾ എടുത്താൽ t is equal to t എന്ന് പറയുന്ന ടൈമിൽ അതിന്റെ പ്രവേഗം v ആയിട്ട് എടുത്താൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? v minus v0 by t minus 0. അപ്പൊ ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? v is equal to v0 plus at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. എന്താണ്? സമവാക്യങ്ങൾ, അല്ലെ? സമത്വരണ ചലനത്തിന്റെ ചലന സമവാക്യങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഗ്രാഫിനെ കുറിച്ച് പറയാം. ഈ 4 ഗ്രാഫിലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ 4 ഗ്രാഫ് എന്തൊക്കെയാന്ന് പറയാം. അതായത് ഓക്കെ, ഞാൻ ഇത് വായിക്കാം. ലളിതമായ ചില സാഹചര്യങ്ങൾക്ക് പ്രവേഗ സമയ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ സ്ഥിര ത്വരണത്തിലുള്ള ചലനത്തിന്റെ പ്രവേഗ സമയ ഗ്രാഫാണ് ചിത്രം 3.10 കാണിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിന്റെ എ ആണ് ഞാൻ വായിക്കുന്നത്. എ ഗ്രാഫ് നമുക്ക് നോക്കാം. ഒരു വസ്തു പോസിറ്റീവ് ദിശയിൽ പോസിറ്റീവ് ത്വരണത്തിൽ സഞ്ചരിക്കുന്നു. അതാണ് എന്താ? എ എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പൊ പോസിറ്റീവ് ദിശയുമാണ്, പോസിറ്റീവ് ത്വരണമാണ്. അപ്പൊ ആക്സലറേഷനും പോസിറ്റീവ് ആണ്, ഡയറക്ഷനും പോസിറ്റീവ് ആണ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അതാണ് ആദ്യത്തെ ഗ്രാഫ് സൂചിക്കുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് 3.3 എന്ന് പറയുന്ന നമ്മുടെ കാറിന്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചില്ലേ? സ്ഥാന സമയ ഗ്രാഫ് ഒരു കാറിന്റെ. അതില് 0 തൊട്ട് 10 സെക്കൻഡ് ഇടയിലുള്ള കാറിന്റെ ചലനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ ഒരു ഗ്രാഫായിരുന്നു, അല്ലെ? ആദ്യം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയൊരു ഗ്രാഫായിരുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് വരെയുള്ള സമയത്ത് എന്താണ്? ആക്സലറേറ്റിംഗ് മോഷൻ എന്ന് പറയാം. അതായത് സ്പീഡ് ഇങ്ങനെ കൂടി വരുന്ന മോഷൻ. അതാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്സലറേഷനും പോസിറ്റീവ്, ഡയറക്ഷനും പോസിറ്റീവ്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ബി എന്ന് പറയുന്ന ഫിഗർ നോക്കിക്കേ. എന്താണ് അവിടെ? ഒരു വസ്തു നെഗറ്റീവ് ത്വരണത്തിൽ പോസിറ്റീവ് ദിശയിൽ സഞ്ചരിക്കുന്നു. അതാണ് ഈ ഒരു ഗ്രാഫ് ചെയ്യുന്നത്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷൻ ആണ്, പക്ഷെ എന്താണ്? ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം നമുക്ക് സ്ലോപ്പ് നോക്കുമ്പോൾ തന്നെ കാണാം. സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് സ്ലോപ്പ് ആണ് VT ഗ്രാഫിന്റെ. അപ്പൊ എന്താണ്? ആക്സലറേഷൻ നെഗറ്റീവ് ആണെന്ന് പറയാം, പക്ഷെ എന്നാലും പോസിറ്റീവ് ഡയറക്ഷനിലാണ് അത് സഞ്ചരിക്കുന്നത്. അപ്പം അതാണ് അതിന് ഉദാഹരണം നമുക്ക് പറയാം. മറ്റേ 3.3 വെച്ച് തന്നെ പറയാം. അതിൽ t = 18 സെക്കൻഡിനും 20 സെക്കൻഡിനും ഇടയിൽ കാറിന്റെ ചലനം. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കാറിന്റെ ചലനം എന്ന് പറയുന്നത് അതെന്താ? സീറോയിലോട്ട് വരികയാണ്. അതായത് ഈ 18 സെക്കൻഡ് തൊട്ട് 20 സെക്കൻഡ് വരെയുള്ള സമയത്ത് അതങ്ങ് സീറോയിലോട്ട് വരുന്നു. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ റെസ്റ്റിലോട്ട് പോകുന്നു എന്ന് പറയാം. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്താൽ എങ്ങനെയായിരുന്നു? ഇത് ഇങ്ങനെയല്ലായിരുന്നു വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ ഭാഗം നോക്കിക്കേ.
അതെന്താണ്, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് സീറോയിലോട്ട് വരുന്നതാണ്. അതേപോലെ തന്നെയല്ലേ ഇവിടെ ഉള്ളൂ, ആ വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് സീറോയിലോട്ട് വരുന്നു, അല്ലെങ്കിൽ ആക്സലറേഷൻ എന്താണ്, നെഗറ്റീവായി. അതാണ് ബി ഗ്രാഫ് കാണിക്കുന്നത്. ഇനി സി ഗ്രാഫ് കാണിക്കുന്ന നോക്കാം. ഒരു വസ്തു നെഗറ്റീവ് ത്വരണത്തിൽ നെഗറ്റീവ് ദിശയിൽ സഞ്ചരിക്കുന്നു, അല്ലെ? ഇപ്പൊ ആക്സലറേഷനും നെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ എന്താണ്, ഡയറക്ഷനും എന്താണ്, നെഗറ്റീവ് ആണ്. അതായത് നെഗറ്റീവ് ആക്സിസിലൂടെ അല്ലേ പോകുന്നത്, നോക്കിക്കേ, മൈനസ് വാല്യൂസ് ആണ് താഴോട്ട്. അതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ചിത്രം 3.1 ഉള്ളതുപോലെ നെഗറ്റീവ് എക്സ് ദിശയിൽ വേഗം കൂടുന്ന രീതിയിൽ ഓയിൽ നിന്ന് ഉള്ള കാറിന്റെ ചലനം. അതായത് നമുക്കറിയാലോ, ഓയിൽ നിന്ന് കാറ് പിയിൽ പോയി, പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോയി, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ ലെഫ്റ്റിലോട്ട് പോയാൽ നമ്മൾ എന്താ പറഞ്ഞത്, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, ദിശ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഡി എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് നോക്കാം. അതായത് ഒരു വസ്തു പോസിറ്റീവ് ദിശയിൽ സമയം t1 വരെ സഞ്ചരിക്കുന്നു, അല്ലെ? t1 സമയം വരെ പോസിറ്റീവ് ദിശയിലാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് തിരിച്ച് അത്ര തന്നെ നെഗറ്റീവ് ത്വരണത്തിൽ സഞ്ചരിക്കുന്നു. ഉദാഹരണമായി ചിത്രം 3.1 കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബിന്ദു ഓയിൽ നിന്ന് മറ്റൊരു ബിന്ദു ക്യൂ വരെ വേഗം കുറയുന്ന തരത്തിൽ സമയം t1 ആകുന്നത് വരെയും പിന്നീട് അതേ നെഗറ്റീവ് ത്വരണത്തിൽ തിരിച്ചുമുള്ള ചലനം. അതാണ് ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നുമില്ല, 0 തൊട്ട് t1 വരെ പോസിറ്റീവ് ദിശയിലാണ് സഞ്ചരിക്കുന്നത്, എന്നിട്ട് തിരിച്ച് അത്ര തന്നെ നെഗറ്റീവ് ത്വരണത്തിൽ സഞ്ചരിക്കുന്നു. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഗ്രാഫിന്റെ കാര്യം പറഞ്ഞു. ഇനി ഗ്രാഫിന്റെ വേറൊരു കാര്യം കൂടി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ എന്താണ്, ഇതിന്റെ പ്രവേഗ സമയ ഗ്രാഫാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ പ്രവേഗ സമയ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും വിയും ടിയും കൂടെയാണ് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ വി ടി ഗ്രാഫിന്റെ സമയത്തിന്റെ അക്ഷത്തിന് സമാന്തരമായ ഒരു നേർരേഖയായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ടി ഈസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു ടി എന്നിവയ്ക്കിടയിലുള്ള പരപ്പളവ് എന്നത് യു ഉയരവും ടി പാദവുമുള്ള ദീർഘചതുരത്തിന്റെ പരപ്പളവാണ്. അതുകൊണ്ട് പരപ്പളവ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി, അല്ലെങ്കിൽ യു ടി എന്നത് ഈ സമയ പരിധിക്കുള്ളിലെ സ്ഥാനാന്തരമാണ്. ഇവിടെ പരപ്പളവ് ദൂരത്തിന് തുല്യമായി വരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കൂ. രണ്ട് നിർദ്ദേശാങ്കങ്ങൾ അക്ഷങ്ങളിലെയും അളവുകളുടെയും മാനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എത്തിച്ചേരാം. ഒന്നുമില്ല, നമ്മൾ യു ടി ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ നോക്കിക്കുക, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ഗ്രാഫ് കിട്ടിയേക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫിൽ നിന്ന് സ്ഥാനാന്തരം കാണാനായിട്ട്, സ്ഥാനാന്തരം, പ്രവേഗ സമയ ഗ്രാഫിന്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ പരപ്പളവാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ, അല്ലെ? ഏരിയ ഇവിടെ നോക്കി, ഇതൊരു റെക്ടാംഗിൾ ആണ്. അപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെ? അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ, ഇത് ടി, ലെങ്ത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് യു. അതാണ് ഇവിടെ ഏരിയ യു ടി, അല്ലെങ്കിൽ പരപ്പളവ് യു ടി, അല്ലെങ്കിൽ സ്ഥാനാന്തരം യു ടി എന്നിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അതൊന്ന് ഓർത്തോണം. അപ്പൊ വേണേൽ ചോദിക്കാം, സ്ഥാന സമയഗ്രാഫ് അല്ല പ്രവേഗ സമയഗ്രാഫിന്റെ പരപ്പളവ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ഥാനാന്തരത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടെ കൺക്ലൂഡ് ചെയ്യാം. ഈ അധ്യായത്തിൽ വിവിധ ചിത്രങ്ങളിലായി കാണിച്ചിരിക്കുന്ന എക്സ് ടി, വി ടി, എ ടി ഗ്രാഫുകളിലെ പല ബിന്ദുക്കളിലും ഭംഗുരമാകുന്നത് അവിടെ ആ ഫലനങ്ങൾ അവകലന യോഗ്യമല്ലാത്തതിനാലാണ് എന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും യഥാർത്ഥ സാഹചര്യത്തിൽ ആ ഫലനങ്ങൾ എല്ലാ ബിന്ദുക്കളിലെയും അവകലന യോഗ്യമായാൽ ഗ്രാഫുകൾ അഭംഗുരമാകുന്നു. ഈ ഭൗതികമായി ഇത് അർത്ഥമാക്കുന്നത് ത്വരണത്തിനും പ്രവേഗത്തിനും ഒരു ക്ഷണത്തിൽ പെട്ടെന്ന് മാറാൻ കഴിയില്ലെന്നും മാറ്റങ്ങൾ എപ്പോഴും തുടർച്ചയായി സംഭവിക്കുന്നതുമാണ്. ഈ ഒരു ഭാഗം വായിച്ചാൽ തന്നെ കാര്യം മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് താഴോട്ട് പോകുന്നു, നമ്മളൊരു അബ്രപ്റ്റ്ലി ആണ് വരയ്ക്കുന്നത്, അല്ലെ? ഒരൊറ്റ പോയിന്റിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത്. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെയല്ല ചേഞ്ച് ചെയ്യുന്നത്. അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് ആ ഒരു കർവ് വരുന്നത്, അല്ലാതെ അബ്രപ്റ്റ്ലി അങ്ങനെ വരുന്നില്ല എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സമത്വരണ ചലനത്തിന്റെ ചലന സമവാക്യങ്ങൾ, അല്ലെ? കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഡെറിവേഷനിലോട്ടൊന്നും പോകുന്നില്ല, കാരണം അത്രയും ഡെറിവേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ 3 ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത് നോക്കാം. സമത്വരണത്തിലുള്ള ചലനത്തിൽ സ്ഥാനാന്തരം എക്സ് എടുത്ത സമയം ടി, പ്രാരംഭ പ്രവേഗം വി നോട്ട്, അന്ത്യപ്രവേഗം വി, ത്വരണം എ എന്നിവയെ ബന്ധപ്പെടുത്തുന്ന ചില ലളിതമായ സമവാക്യങ്ങൾ നമുക്ക് രൂപീകരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? എക്സ് ആണ് എന്ത്, സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് എന്താണ്, എടുത്ത സമയം, ടൈം ടേക്കൺ. എ ആണ് ത്വരണം. ത്വരണം എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? സമത്വരണത്തിലാണ് ചലനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സമത്വരണത്തിലാണ് ചലനം.
പ്രാരംഭ പ്രവേഗം അതായത് വി നോട്ട് ഇനിഷ്യൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം വി ഫൈനൽ വെലോസിറ്റി. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഈ വി നോട്ടിന് വരെ യു എന്നും എഴുതാറുണ്ടായിരുന്നു. ഇപ്പൊ യു എന്നും പറഞ്ഞാലും എന്താണ്, അത് പ്രാരംഭ പ്രവേഗം തന്നെയാണ്. വി നോട്ടും പ്രാരംഭ പ്രവേഗം, അത് ടെക്സ്റ്റിൽ വി നോട്ടാണ് കൊടുത്തിരുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ നമ്മൾ വി യു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇനി എന്താ, ആ 3 ഇക്വേഷൻസ് പഠിക്കാം. ഇതാണ് ഇക്വേഷൻസ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. v ഇസ് ഈക്വൽ ടു വി നോട്ട് പ്ലസ് എ ടി, അല്ലെങ്കിൽ നമ്മൾ v ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സിന് വരെ നമ്മൾ എസ് എന്നായിരിക്കും പഠിച്ചിട്ടുള്ളത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതുപോലെ തന്നെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, അല്ലെ? ഇങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. സോ അതാണ് നമുക്ക് കിട്ടുന്ന 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിലെ ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. വിയും യുവും എയും ടിയും എസും എന്താണെന്ന് മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അടുത്തത് ഇവിടെ ഒരു ഫ്രീ ഫോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഫ്രീ ഫോൾ. നിർബാധ പതനത്തിലുള്ള ഒരു വസ്തുവിന്റെ ചലനത്തെക്കുറിച്ച് വിശദീകരിക്കുക. വായുവിന്റെ രോധം അവഗണിക്കുക. എന്തുവാ ഈ നിർബാധ പതനത്തിലുള്ള ചലനം എന്ന് വെച്ചാൽ? ഫ്രീ ഫോൾ, അത് നമുക്കറിയാം. ഒരു വസ്തു ഭൂമിയുടെ അട്രാക്ഷന്റെ ഫലമായിട്ട് താഴോട്ട് സഞ്ചരിക്കുന്നു. അപ്പൊ എന്താണ്, അത് ഫ്രീ ഫോളിലാന്ന് പറയാം. അല്ലെങ്കിൽ ഒരു വസ്തു താഴോട്ട് വീഴുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ ബലങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ എർത്ത് മാത്രമേ അതിനെ അട്രാക്ട് ചെയ്യുന്നുള്ളൂ, ഗുരുത്വാകർഷണ ബലം മാത്രമേ അതിനകത്ത് പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? നിർബാധ പതനത്തിലാണെന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് നിന്ന് വിട്ടയക്കുന്ന ഏതൊരു വസ്തുവിനും ഗുരുത്വാകർഷണ ബലത്തിനാൽ താഴേക്ക് ത്വരണം ഉണ്ടാകുന്നു. ഭൂഗുരുത്വ ത്വരണത്തിന്റെ പരിമാണം g എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വായുവിന്റെ കർഷണം അവഗണിച്ചാൽ, അതാണ് വായുവിന്റെ രോധം ഇവിടെ അവഗണിക്കാൻ പറയുന്നുണ്ട്. അതാണ് കർഷണം, അതായത് എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കോസ്ഡ് ബൈ ദ എയർ അറൌണ്ട് ദ താഴോട്ട് വീഴുന്ന ബോഡി, അല്ലെ? അതിനെയാണ് ഈ കർഷണം. കർഷണം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ആണ് കേട്ടോ. അപ്പം കർഷണം അവഗണിച്ചാൽ എന്താ പറ്റുന്നത്? ആ വസ്തു നിർബാധ പതനത്തിലാണെന്ന് നമുക്ക് പറയാം. ഇനി എന്താണ്, വസ്തു വീഴുന്ന പൊക്കം ഭൂമിയുടെ ആരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായാൽ ജിയെ സ്ഥിരമായി എടുക്കാൻ കഴിയും. ജി എന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ, ആക്സലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതാണ് ഇവിടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ ത്വരണം. നിർബാധ പതനം എന്നത് സമത്വരണമുള്ള ഒരു ചലനാവസ്ഥയാണ്. സമത്വരണമാണല്ലോ അവിടെ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. ഓക്കെ, മുകളിലേക്കുള്ള ദിശ പോസിറ്റീവായും തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ചലനം y ദിശയിൽ അഥവാ കൂടുതൽ ശരിയായി -y ദിശയിൽ ആയിരിക്കും. ഭൂഗുരുത്വ ത്വരണം എപ്പോഴും താഴേക്കായതിനാൽ അത് നെഗറ്റീവ് ദിശയിലായിരിക്കും നമുക്ക് ലഭിച്ചത്. a is equal to minus g is equal to minus 9.8 meter per second square. അതൊന്നും പറയണ്ടല്ലോ. മുകളിലേക്ക് ദിശയിലാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, താഴോട്ട് ദിശയിലാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും ത്വരണം എടുക്കുന്നത്. ഇനി ആ വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ y is equal to 0-യിൽ നിന്ന് വിട്ടയക്കുന്നു. അതിനാൽ v naught is equal to 0. അപ്പോൾ ചലനാവസ്ഥയിൽ ചലന സമവാക്യങ്ങൾ എന്താവും? v is equal to v naught എന്ന് പറയുന്നത് 0 ആയി. അപ്പോൾ that is equal to minus gt, y is equal to minus gt square, v square is equal to minus 2gy, അല്ലെ? നമ്മൾ എസ് എന്ന് കൊടുത്ത ഇവിടെ y എന്നാ കൊടുത്തതന്നേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊള്ളണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് 3 സമവാക്യങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ ഇവിടെ എ ബി സി എന്ന് പറയുന്ന 3 ഗ്രാഫ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പറയാം. അതായത് ഈ സമവാക്യങ്ങൾ പ്രവേഗവും സമയത്തിന് അനുസൃതമായി വസ്തു സഞ്ചരിച്ച ദൂരവും നൽകുന്നു. ത്വരണം, പ്രവേഗം, ദൂരം, സമയം എന്നിവയുടെ വ്യതിയാനവും സമയവുമായുള്ള ഗ്രാഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി അല്ലെങ്കിൽ നിർബാധ പതനത്തിലെ ഗ്രാഫുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇത് എന്ത് ഗ്രാഫാ? ആക്സലറേഷൻ ടൈം ഗ്രാഫാ, അല്ലെ? ത്വരണവും സമയവും തമ്മിലുള്ള ഗ്രാഫാണ്. ആക്സലറേഷൻ കോൺസ്റ്റന്റ് മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ, കോൺസ്റ്റന്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത് നോക്കിക്കേ, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി നോക്കിക്കേ, 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ്? നെഗറ്റീവിലോട്ടാണ് പോകുന്നത് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി ഈസ് ഡിക്രീസിങ്, അല്ലെ? കുറയുകയാണ്. അപ്പം ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് മോഷനിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. താഴെ എത്തുന്നതനുസരിച്ച് വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് നെഗറ്റീവ് ആയിട്ട് മാറും. അടുത്ത നോക്കിക്കേ, ഇതെന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ എന്താണ്? ആദ്യം 0-യിലാണ്, താഴോട്ട് പോകുന്നതനുസരിച്ച്
പൊസിഷൻ എന്താ ചേഞ്ച് ചെയ്ത് വരുന്നു, അതാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിർബാധ പതനത്തിലുള്ള ഒരു വസ്തുവിന്റെ ചലനം എ, സമയത്തിനനുസരിച്ച് ത്വരണത്തിലുള്ള വ്യത്യാസം, സമയത്തിനനുസരിച്ച് പ്രവേഗത്തിലുള്ള വ്യത്യാസം, സമയത്തിനനുസരിച്ച് ദൂരത്തിനുള്ള വ്യത്യാസം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഗ്രാഫിലൂടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത് വേണം നമുക്കൊന്ന് നോട്ട് ചെയ്യാം. അതായത് ഗലീലിയോയുടെ ഒറ്റ സംഖ്യാ നിയമം അതെന്താന്ന് നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം അന്യോന്യം ഒരേ അനുപാതത്തിൽ ഒന്നിൽ തുടങ്ങി ഒറ്റ അക്കങ്ങളായി നിലകൊള്ളുന്നു. അതായത് ഒരു വസ്തു എന്താണ്, നിശ്ചലാവസ്ഥയിൽ നിന്നും താഴോട്ട് വീഴുകയാണ് അല്ലെ. അപ്പൊ നിർവാത പതനത്തിൽ നിൽക്കുന്ന ഈ വസ്തുവിന്റെ തുല്യ സമയ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്താണ്, 1:3:5:7 അങ്ങനെ 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 പോവാണ് അല്ലെ. അപ്പൊ ഈ റേഷ്യോ ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ പ്രൂഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആ ഒരു റേഷ്യോ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് ആപേക്ഷിക പ്രവേഗം. നമ്മൾ എന്താ ആപേക്ഷിക പ്രവേഗം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന അതേ ദിശയിൽ മറ്റൊരു ട്രെയിൻ നിങ്ങളെ മറികടന്ന് പോയ അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളെ കടന്നു പോകണമെങ്കിൽ ആ ട്രെയിനിന്റെ വേഗം നിങ്ങളുടേതിനേക്കാൾ കൂടുതലായിരിക്കണം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ രണ്ട് ട്രെയിനുകളെയും നോക്കി നിൽക്കുമ്പോൾ തോന്നുന്ന വേഗത്തേക്കാൾ കുറവായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ മറികടന്നു പോകുന്ന ട്രെയിനിന് ഉള്ളതായി തോന്നുന്നത്. രണ്ട് ട്രെയിനുകൾക്കും തറനിരപ്പുമായി നോക്കുമ്പോൾ ഒരേ പ്രവേഗമാണെങ്കിൽ മറ്റേ ട്രെയിൻ ചലിക്കുന്നതേയില്ല എന്ന് തോന്നാം. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ആപേക്ഷിക പ്രവേഗം എന്ന ആശയം പരിചയപ്പെടുന്നു. ഒന്നുമില്ല, നിങ്ങളൊരു ട്രെയിനിൽ ഇരിക്കുകയാണ്. അപ്പൊ മറ്റൊരു ട്രെയിൻ അപ്പുറത്തെ പാളത്തിലൂടെ നിങ്ങളെ പാസ് ചെയ്തു പോകുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരാൾക്കും ആ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന പോലെ തോന്നാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ ട്രെയിനിന്റെ സ്പീഡ് കുറച്ച് കൂടുതലായതുപോലെ തോന്നാം, അതിന്റെ പ്രവേഗം കുറച്ച് കൂടുതലായതുപോലെ തോന്നാം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ആപേക്ഷിക പ്രവേഗം, അതായത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന്റെ പ്രവേഗം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്, അല്ലെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യാം എ ബി എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ശരാശരി പ്രവേഗങ്ങൾ യഥാക്രമം വി എ വി ബി ഉള്ള രണ്ട് വസ്തുക്കൾ എ ബി എന്നിവ, അതായത് ആവറേജ് വെലോസിറ്റി വി എയും വി ബിയും ആവറേജ് വെലോസിറ്റി ഉള്ള എ ബി എന്ന രണ്ട് വസ്തുക്കളെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇവരെന്താണ്, എക്സ് ആക്സിസിലൂടെ ഏകമാനത്തിൽ എക്സ് അക്ഷത്തിൽ സഞ്ചരിക്കുന്നതായി പരിഗണിക്കുക. ഈ അധ്യായത്തിൽ പറയുന്ന പ്രവേഗങ്ങൾ എല്ലാം അളക്കുന്നത് തറനിരപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പം എക്സ് എ ഓഫ് 0 ആൻഡ് എക്സ് ബി ഓഫ് 0 എന്നിവ യഥാക്രമം എ ബി എന്നിവയുടെ t = 0 സമയത്തുള്ള സ്ഥാനങ്ങളാണെങ്കിൽ അവയുടെ t സമയത്തുള്ള സ്ഥാനങ്ങൾ യഥാക്രമം എക്സ് എ ഓഫ് ടി, എക്സ് ബി ഓഫ് ടി എന്നിവയാണ്. അതത്ര ഓക്കെ ആയല്ലോ. അതൊന്നുമില്ല, t = 0 ആകുമ്പോൾ ഉള്ള അവരുടെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് എക്സ് എ ഓഫ് 0യും എക്സ് ബി ഓഫ് 0യും. അടുത്തത് t = ടി എന്ന് പറയുന്ന സമയം, അതായത് ടൈം = ടി എന്ന് പറയുന്ന സമയം ആകുമ്പോഴത്തേക്കും എക്സ് എ ഓഫ് ടിയും എക്സ് ബി ഓഫ് ടിയും ആണ് എഴുതും. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് എ ഓഫ് ടി = എക്സ് എ ഓഫ് 0 പ്ലസ് വി എ ഓഫ് ടി. ഓക്കെ, അപ്പം ഇത് നമുക്ക് എഴുതാമല്ലോ. അതാണ് അടുത്ത രണ്ടാമത്തെ ഇതും അങ്ങനെ തന്നെ, എക്സ് ബി ഓഫ് ടി മൈനസ് എക്സ് ബി ഓഫ് നോട്ട് എക്സ് ബി ഓഫ് ടി = എക്സ് ബി ഓഫ് 0 പ്ലസ് വി ബി ഓഫ് ടി. ഇപ്പൊ ഇവിടെ ഈക്വൽ ടു ഇവിടെ പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, പ്രിന്റിൽ മിസ്റ്റേക്ക് ആണ്. അടുത്ത എന്താണ്, അപ്പോൾ വസ്തു എയിൽ നിന്നും ബിയിലേക്കുള്ള സ്ഥാനാന്തരം, എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബി എ അല്ലെ. അത് = ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ എഴുതുക. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഈ ഒരു ആപേക്ഷിക പ്രവേഗത്തിന്റെ വാല്യൂ കിട്ടും. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ആപേക്ഷിക പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്, വി ബി എ അല്ലെ. വി ബി എ = വി ബി മൈനസ് വി എ. ഓക്കെ, ഇതെന്താ പറയുന്നത്, ഒന്ന് ഇവിടെ വേണേ വായിക്കാം. സമവാക്യം 3.13 എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. വസ്തു എയിൽ നിന്ന് നോക്കുമ്പോൾ ബിക്ക് വി ബി മൈനസ് വി എ എന്ന പ്രവേഗമുണ്ട്. കാരണം എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ഥാനാന്തരം സമയത്തിന്റെ ഓരോ യൂണിറ്റിലും സ്ഥിരമായാണ് മാറുന്നത്. വി ബി മൈനസ് വി എ എന്ന അളവിലാണ്. ബി എന്ന വസ്തുവിന്റെ എ എന്ന വസ്തുവിന് ആവേശികമായ പ്രവേഗം എന്നത് വി ബി മൈനസ് വി എ ആണ്, അതായത് വി ബി എ. അപ്പൊ ഇത് അത്ര നോക്കിയാൽ മതി. ബി എന്ന വസ്തുവിന്റെ എ എന്ന വസ്തുവിന് ആപേക്ഷികമായ പ്രവേഗം അല്ലെ. അപ്പൊ എന്താ നമ്മൾ ആരും പറയുന്നത്, വെലോസിറ്റി ഓഫ് ബി റിലേറ്റീവ് ടു എ ഈസ് വി ബി മൈനസ് വി എ. അതാണ് വി ബി എ = വി ബി മൈനസ് വി എ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് എഴുതാൻ മാത്രം അറിഞ്ഞിരിക്കുക. അതേപോലെ തിരിച്ചും പറയാമല്ലോ,
എന്താണ് സമാനമായി എ എന്ന വസ്തുവിന് ബി എന്ന വസ്തുവിനെ ആപേക്ഷികമായ പ്രവേഗം എന്താണ് വി എ ബി. വി എ ബി ഇസ് ഈക്വൽ ടു എന്താണ് വി എ മൈനസ് വി ബി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് വെലോസിറ്റിയെ കുറിച്ച്, ആപേക്ഷിക പ്രവേഗത്തെ കുറിച്ച് പറയാം. അപ്പൊ ഞാൻ ഇവിടെ ഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് ഗ്രാഫ്? തുല്യ പ്രവേഗമുള്ള രണ്ട് വസ്തുക്കളുടെ സ്ഥാനസമയ ഗ്രാഫാണ്. അതായത് വി എയും വി ബിയും തുല്യമായിട്ടുള്ള ഒരു ഇത്. അപ്പം വി എയും വി ബിയും തുല്യമാണെങ്കിൽ എന്താണ് വി എ ബി ഇസ് ഈക്വൽ ടു എന്താണ് വി എ മൈനസ് വി ബി അല്ലെ. വി എ മൈനസ് വി ബി, ഓർ നമുക്ക് എന്ത് പറയാം, വി എ മൈനസ് വി ബി ഇസ് ഈക്വൽ ടു 0 ആകും അല്ലെ. വി എ മൈനസ് വി എ അങ്ങനെ എടുത്താലും 0, രണ്ടും തുല്യമല്ലേ. അതുകൊണ്ട് വി എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വി ബി എ എന്ന് നമുക്കിനെ പറയാം. ഓക്കെ, എ ബിക്കും ബി എക്കും എന്താണ് വി എ ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് വി ബി ആണ്. അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത പറയാൻ നോക്കാം. ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ കുറച്ച് പ്രിന്റിങ് കുറച്ച് ക്ലിയർ അല്ല, എന്നാലും നമുക്ക് നോക്കാം. അതായത് ഇവിടെ കണ്ടോ, വി ബി ഇസ് ഈക്വൽ ടു വി എ ആണ്. ഇത് വി ബി ഇസ് ഈക്വൽ ടു വി എ ആയാൽ എന്താ നമുക്ക് പറയാം, വി ബി മൈനസ് വി എ ഈക്വൽ ടു 0 ആകും. നമ്മളിപ്പോൾ എഴുതി കാണിച്ചതാ. അപ്പോൾ സമവാക്യം 3.1 നിന്നും ഈ ഒരു സാധനം ആയിരിക്കും. അതുകൊണ്ട് രണ്ട് വസ്തുക്കളും സ്ഥിരമായ ദൂരത്തിൽ അകന്നിരിക്കുകയും അവയുടെ സ്ഥാനസമയ ഗ്രാഫുകൾ ചിത്രം 3.16 കാണിച്ചിരിക്കുന്നത് പോലെ പരസ്പരം സമാന്തരമായ നേർരേഖകളിലായിരിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ആപേക്ഷിക പ്രവേഗം വി എ ബി അല്ലെങ്കിൽ വി ബി എ 0 ആയിരിക്കും. അതന്നെയല്ലേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത് ഒരേ പ്രവേഗമുള്ള രണ്ട് വസ്തുക്കളാണെങ്കിൽ അല്ലെ, ഒരേ പ്രവേഗമുള്ള രണ്ട് വസ്തുക്കളാണെങ്കിൽ അതിന്റെ ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി അല്ലെ, അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. വി എ മൈനസ് വി ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, അവരൊരു തുല്യമായിട്ടുള്ള പ്രവേഗമുള്ള രണ്ട് വസ്തുക്കളുടെ സ്ഥാനസമയ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പരസ്പരം സമാന്തരമായ നേർരേഖയിലായിരിക്കുകയും ചെയ്യും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത കേസ് എന്താ പറയുന്നത്, വി എ ഇസ് ഗ്രേറ്റർ ദാൻ വി ബി. വി എ ഗ്രേറ്റർ ദാൻ വി ബി, അതാണ് ബി പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, വി എ മൈനസ് വി ബി വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. വി എ ആണ് വലുതെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു വാല്യൂ വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒരു ഗ്രാഫ് മറ്റേതിനേക്കാൾ കുത്തനെയുള്ളതായിരിക്കുകയും രണ്ട് ഗ്രാഫുകളും പൊതുവായ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുകയും ചെയ്യുന്നു. ഉദാഹരണമായി വി എ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡും എക്സ് എ എന്ന് പറയുന്നത് 10 മീറ്ററും ആൻഡ് വി ബി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡും എക്സ് ബി ഓഫ് 0 ഇസ് ഈക്വൽ ടു 40 മീറ്ററും ആണെങ്കിൽ അപ്പോൾ അവ കൂട്ടിമുട്ടുന്ന സമയം t ഇസ് ഈക്വൽ ടു 3 സെക്കൻഡ്സ് ആയിരിക്കും. ഈ ക്ഷണത്തിൽ അവ രണ്ടിന്റെയും സ്ഥാനം എത്രയാണ്, എക്സ് എ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ബി ഓഫ് ടി ഇസ് ഈക്വൽ ടു 70 മീറ്റർ ആണ്. അതായത് ഈ സമയത്ത് എന്താ പറയുന്നത്, എ എന്ന് പറയുന്ന വസ്തുവിനെ ബി എന്ന വസ്തു മറികടക്കുന്നു. അപ്പം ഈ അവസരത്തിൽ എന്തായി, നമുക്ക് വി ബി എ ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഇസ് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് ഓർ മൈനസ് വി എ ബി. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് വി എ ബി. അതാണ് ഈ ഗ്രാഫ്. ഓക്കെ, അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ എന്താണ് കൂട്ടിമുട്ടുന്നു, മറ്റൊരു വസ്തുവുമായിട്ട് കൂട്ടിമുട്ടുന്നു, എന്നിട്ട് എന്താണ് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അതാണ് ബി എന്ന് പറയുന്ന കേസിൽ പറയുന്നത്. അടുത്ത സി എന്ന് പറയുന്ന ഒരു കേസും ഉണ്ട്, അതുകൂടെ പറഞ്ഞു പോവാം. ഓക്കെ, എന്താ പറയുന്നത്, വി എക്കും വി ബിയും വിപരീത ചിഹ്നങ്ങളാണെന്ന് കരുതുക. അതായത് വി എയും വി ബിയും ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഒരെണ്ണം പോസിറ്റീവ് ആണ്, മറ്റൊന്ന് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ എ എന്ന വസ്തു എക്സ് എ ഓഫ് 0 ഇസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന സ്ഥാനത്ത് നിന്ന് തുടങ്ങി 20 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നു. അപ്പം ബി എന്ന വസ്തു എക്സ് ബി ഓഫ് 0 40 മീറ്റർ എന്ന സ്ഥാനത്ത് നിന്ന് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരാൾ 10 മീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നിന്ന് തുടങ്ങി എ, ബി എന്ന് പറയുന്ന ആൾ 40 മീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നിന്ന് തുടങ്ങി. ഒരാളുടെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ഇവ രണ്ടും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടി ഇസ് ഈക്വൽ ടു 1 സെക്കൻഡിൽ കൂട്ടിമുട്ടുന്നു. ബിയുടെയും എയുടെയും അപേക്ഷിച്ചുള്ള പ്രവേഗം വി ബി എ എന്ന് പറയുന്ന അവരുടെ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്,
10 മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 30 മീറ്റർ പെർ സെക്കൻഡ് ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് VAB എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് മൈനസ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു മൈനസ് VAB ആവുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ VBA അല്ലെങ്കിൽ VABയുടെ പരിമാണം എയുടെ അല്ലെങ്കിൽ ബിയുടെ പ്രവേഗത്തിന്റെ പരിമാണത്തേക്കാൾ കൂടുതലായിരിക്കും. നമ്മൾ പരിഗണിച്ച വസ്തുക്കൾ ട്രെയിനിനുള്ളിലാണെങ്കിൽ രണ്ടിലേതെങ്കിലും ട്രെയിനിലിരിക്കുന്ന ഒരാൾക്ക് മറ്റേ ട്രെയിനിന്റെ വേഗത സഞ്ചരിക്കുന്നതായി തോന്നുന്നു. VAയും VBയും തൽക്ഷണ പ്രവേഗങ്ങളായിരുന്നാലും സമവാക്യം 3.14 സാധുവായിരിക്കും. ഓക്കെ, ഇത്രയുള്ള കാര്യം. അപ്പം ഈ ഒരു പ്രവേഗത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ എല്ലാം പെട്ടെന്ന് പറയാണ്. ഒന്നുകൂടെ പറയണോ? അതായത് നിങ്ങൾക്കറിയാം VAയും VBയും ആണ് രണ്ടുപേരുടെ രണ്ട് ഒബ്ജക്ട്സിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് വിചാരിക്കുക. അപ്പം VBA അതായത് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് B വിത്ത് റെസ്പെക്ട് ടു A എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ ദറ്റ് ഈസ് VBA ഇസ് ഈക്വൽ ടു VB മൈനസ് VA ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ VAB ഇസ് ഈക്വൽ ടു VA മൈനസ് VB ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇനി ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് VBയും VAയും തുല്യമായാൽ എന്താ സംഭവിക്കുന്നത്? VB മൈനസ് VA ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത്ര നിങ്ങൾക്ക് ഓർക്കാമല്ലോ. അപ്പം VB മൈനസ് VA ഇസ് ഈക്വൽ ടു 0 ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ് VAB ഓർ VBA ഇസ് 0. അതൊക്കെ അല്ലേ? അതാണ് ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞ ഒന്നുമില്ല. VA ഇസ് ഗ്രേറ്റർ ദാൻ VB ആയാൽ എന്താ സംഭവിക്കുന്നത്? VB മൈനസ് VA എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ കേസിൽ പറയുന്നത് VAയും VBയും ഓപ്പോസിറ്റ് സൈൻ ആയാൽ എന്താ സംഭവിക്കുന്നത്? VAയും VBയും ഓപ്പോസിറ്റ് സൈൻ ആയാൽ they will like VBA or VAB എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി A or that of B. അതായത് VAB അല്ലെങ്കിൽ VBAയുടെ വാല്യൂ എന്ന് പറയുന്നത് VA കാട്ടിലും VBA കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ഐഡിയ എന്ന് വിചാരിക്കുന്നു. സോ അതാണ് നമ്മൾ 3 കേസസ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ എൻഡ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള പോയിന്റ്സുകൾ ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് ദ ചാനൽ. ഓക്കെ, താങ്ക് യു.